വിവചനത്തിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യം. സഹോദരന്മാര് വായിക്കണം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അനുസരിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് 38-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ. സ്വന്തം ഇവരെ ഉപദ്രവിക്കരുത്, ഇവർക്കെതിരെ കരം നീട്ടരുത്. സ്വന്തം ഇവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിന്ന്, അതായത് അപ്പോസ്തലന്മാരെയാണ് ഈ മനുഷ്യരെന്ന് ഇവിടെ വിലയിരുത്തുന്നത്. ആ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരാൽ വലിയ വീര്യപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. പത്രോസിൻ്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി കൂട്ടത്തോടെ. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് കളയുന്ന പല രോഗികളും പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴല് പത്രോസ് തൊടുന്നില്ല, പത്രോസിൻ്റെ നിഴല് വീഴുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, സഭ വളരാൻ തുടങ്ങി, ആത്മാക്കളെ കൊണ്ട് നിറയാൻ തുടങ്ങി. അങ്ങനെ പരീശന്മാരിലും മഹാപുരോഹിതന്മാരിലും ന്യായശാസ്ത്രിമാരിലും ഒരു കൂട്ടം ജനത്തിൽ അസൂയ ജനിച്ചിട്ട് ഇവരെ തകർത്ത് കളയാനുള്ള പദ്ധതികൾ മെനയുകയാണ്. അവരെ വിളിച്ചു വരുത്തി അവരെ തടവിലാക്കാൻ, അഴിപ്പിക്കാനൊക്കെ തുടങ്ങും. ആ സമയത്ത് അവരുടെ ഇടയിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു: ഈ മനുഷ്യരെ വിട്ട് നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കൊള്ളുക. കാരണം ഇവർ ചെയ്യുന്നത് മാനുഷികമാണെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കത്തില്ല, അത് ഒരു സമയം കഴിയുമ്പോൾ തകർന്നു പോയിക്കോളും. പക്ഷെ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ദൈവികമാണെങ്കിൽ അവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം, അതിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. നാം ദൈവത്തോട് എതിർക്കുന്നവരെന്ന് ഒരു അനുഭവത്തിലേക്ക് എത്തും. ദൈവമായിട്ട് എതിരിട്ടാൽ ചെറിയൊരു കാര്യമല്ല, അവിടെ വലിയൊരു നാശം കൊയ്യുവാനിടയായിത്തീരും. എന്തു പ്രവൃത്തിയും പ്രിയമക്കളെ, മാനുഷികമായ ബുദ്ധിയെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ദൈവികമായ ഒരു പ്രവൃത്തിയിൽ ചെയ്തെടുപ്പാൻ ഒരുക്കപ്പെടുന്ന ഏത് ദൈവ പൈതലുണ്ടോ, നീ ഒരു കാലത്തും ഒരു കാരണവശാലും പരാജയപ്പെട്ടു പോകുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നോട് അറിയിക്കുകയാണ്. മറിച്ച് നിന്റെ മാനുഷിക ബുദ്ധി കൊണ്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നീ പരാജയപ്പെടും, അത് തകർന്ന് തരിപ്പണമായി പോകും. ഇത് ആ കാലഘട്ടത്തിൽ ഏറിയ നാളുകളുടെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നത്, പലരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. ഇന്നിന്ന കാലഘട്ടത്തിൽ ഇന്നിന്ന വ്യക്തിത്വങ്ങളൊക്കെ എഴുന്നേറ്റതാ, അവർ ഈ രീതിയിലെല്ലാം പ്രവർത്തിച്ചതാ. പക്ഷെ അതൊന്നും നിലനിന്നില്ല. കാരണം അത് ദൈവികമായിരുന്നില്ല, അത് മാനുഷികമായിരുന്നു. മാനുഷികമായിട്ട് എന്തെല്ലാം ചെയ്തെടുത്തെന്നാൽ പ്രതിമക്കളെ, തുടക്കം നല്ലതായിരിക്കും, പക്ഷെ ഒടുക്കം സ്വന്തം തകർച്ചകളിലേക്ക് പോകത്തുള്ളൂ. സ്തോത്രം. നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത് ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ. പക്ഷെ ദാവീദിന് പിന്നെയും മക്കളുണ്ട്. അബ്ശാലോമുണ്ട്, അദോനിയാവുണ്ട്. ഇവരൊക്കെയും മക്കളാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്തോത്രം ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ദൈവം പിന്നീട് ദാവീദിന് ശേഷം ആരെ രാജാവാക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിന് വിപരീതമായിട്ട് ചിലരൊക്കെ കടന്നു കയറുകയാണ്. സ്തോത്രം. അതൊരിക്കലും ദൈവികമായിരുന്നില്ല, അത് തികച്ചും മാനുഷികമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വളരെ ശ്രദ്ധിക്കുക. നമ്മൾ എന്തു കാര്യം ദൈവസന്നിധിയിലാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള ചിന്ത പിശാച് നമ്മളിൽ വരുത്തും. പക്ഷെ അത് ദൈവികമാണോ അല്ലയോ എന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ദൈവിക പ്രവർത്തികളാണെങ്കിൽ വചനത്തിൽ നമുക്കൊരു ഉറപ്പ് തരും. സ്തോത്രം. അവിടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ക്ലേശമുണ്ടാകത്തില്ല, ഒരു ഭാരം വരത്തില്ല, പ്രയാസം വരത്തില്ല. നാം നിന്നു കൊടുത്താൽ മതി, സ്വർഗത്തിലെ ദൈവം അതനുസരിച്ചിട്ട് പ്രവർത്തിച്ചു കൊള്ളും.
പക്ഷേ മാനുഷിക പ്രവൃത്തികളാണെങ്കിൽ നാം കുറെ വില കൊടുക്കേണ്ടി വരും. സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടുത്തും. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകത്തില്ല. ഉറക്കം നഷ്ടപ്പെടും. നാം ചെയ്യുന്നതിലെല്ലാം ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്യാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പ്രവൃത്തികളും മാനുഷിക പ്രവൃത്തികളും നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേൽ പ്രവചനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ മകനായിരിക്കുന്ന അബ്ശാലോം രാജകുമാരൻ നല്ല മിടുക്കനായിരുന്നു, സൗന്ദര്യമുള്ളവനായിരുന്നു, സ്വന്തം അധികാരമുള്ളവനായിരുന്നു. മുടി മുതൽ കാൽപാദം വരെ ഒരു ഊനവുമില്ലാത്ത മനുഷ്യനെന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ മുടി വർഷത്തിൽ അവൻ കത്രിക്കും. 200 ശേക്കൽ തൂക്കത്തിന് ഒത്തവണ്ണം വരും അവൻ്റെ മുടി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഒത്തിരി മുടിയുള്ളവനായിരുന്നു ഇവൻ. സ്തോത്രം. മുടി ഒത്തിരി വളർത്തി അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നവനായിരുന്നു. ആര്? അബ്ശാലോം. ഈ മുടി നിമിത്തമാണ് അവൻ മരിച്ചു പോകാൻ ഇടയായിത്തീരുന്നത്. ഗോവർ കഴുതപ്പുറത്ത് യുദ്ധസന്നദ്ധനായി ഓടിച്ചു പോകുമ്പോൾ സ്വതം ഒരു മരത്തിൻ്റെ കരിവേലകത്തിൻ്റെ കൊമ്പിൽ ഇവൻ്റെ മുടി എന്ത് ചെയ്തു? ഉടക്കി. ഇവന്റെ മുടി ഉടക്കി ചുറ്റിക്കിടന്നു. സ്തോത്രം. ആകാശത്തിനും ഭൂമിക്കും മധ്യേ എന്ന അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണ് അവന്റെ അന്ത്യം. സ്വതം. ആ മരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ് അവനെ കൊന്നുകളയാൻ ഇടയായി തീരുന്നത്. അപ്പനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച മകന് ആര്? അബ്ശാലോം രാജകുമാരൻ. അബ്ശാലോം എന്തിനു വേണ്ടി? അധികാരത്തിന് വേണ്ടി. പ്രിയമക്കളെ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതാ. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് അധികാരം വേണ്ട. അവന്റെ പക്കൽ എപ്രകാരമെങ്കിലും ചെല്ലുവാൻ തക്ക വിധം വല്ല വിധേനയും പിടിച്ചു എന്നല്ല, പിടിക്കാമോ എന്ന് വെച്ചോടുന്നതേ ഉള്ളൂ. അപ്പാ, നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര വ്യക്തിത്വങ്ങൾക്ക് അവന്റെ സന്നിധിയിലേക്കൊന്ന് അടുത്തു ചെല്ലാൻ കഴിയും? അധികാരവും പ്രൗഢിയും പദവിയും ഒക്കെയുള്ള വ്യക്തിത്വങ്ങൾ ഒരിക്കൽ ന്യായാസനത്തിന് മുമ്പാകെ മുഴങ്കാൽ മടക്കേണ്ടി വരും. അന്നേരം സ്വന്തം മനുഷ്യരായി ജനിച്ചു വളർത്തപ്പെട്ട് മരിച്ചു പോയിരിക്കുന്നവരും ജീവനോടെ രൂപാന്തരപ്പെട്ട് എന്നിരിക്കുന്നവരുമായ എല്ലാവരും കാണത്തക്ക നിലവാരത്തിൽ ഒരു സിംഹാസനം നമുക്ക് മുമ്പാകെ തെളിഞ്ഞു വരും. പ്രിയ മക്കളെ, അവിടെ സകല രാജാക്കന്മാരും ഉണ്ടാകും, ദൈവത്തെ നിഷേധിച്ച് പറഞ്ഞവരുണ്ടാകും, നിരീശ്വരവാദികൾ ഉണ്ടാകും, സകല അന്യ ദൈവങ്ങളെ സേവിച്ചവരുണ്ടാകും. സകലരും മുഴങ്കാലും അടക്കിയിട്ട് കുഞ്ഞാടേ, അറുക്കപ്പെട്ടത് നീ മാത്രമാണ്, യേശുവേ നീ മാത്രമാണ് ദൈവമെന്ന് പറയുന്ന ഒരു കാലഘട്ടം ആഗോളതലത്തിലുള്ള സകല മനുഷ്യരും. ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗക്കാരെല്ലാം അന്ന് ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കും. സ്തോത്രം. സുറിയാനികൾ ഉണ്ടാകും, കത്തോലിക്കരുണ്ടാകും, ഓർത്തഡോക്സ് ഉണ്ടാകും, യാക്കോബേറ്റ് ഉണ്ടാകും. സ്വതം വിവിധമായ വിഭാഗങ്ങളിൽ പെടുന്ന എല്ലാവരും അവിടെ വരും. ഇന്ന് നമ്മൾ സ്നാനം സത്യമാണ്, സ്നാനപ്പെടാതെ നിത്യതയിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ നിഷേധിച്ച് ഇതിനെയൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന സകല വ്യക്തിത്വങ്ങൾ അന്ന് മുഴങ്കാൽ മടക്കിയിട്ട് പറയും, കുഞ്ഞാടേ നീ മാത്രമാണ് അറുക്കപ്പെട്ടത്. അന്ന് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ മാത്രമേ കയറി വരുവീൻ എന്നുള്ളൊരു ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെല്ലാം അവിടെ നിന്ന് മാറ്റപ്പെടുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. പ്രിയമക്കളെ, എല്ലാ വിഭാഗം സഹോദരൻ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരുടെ വിഭാഗക്കാരും ഉണ്ടാകും. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ വിഭാഗക്കാരും ഉണ്ടാകും. വിഗ്രഹാരാധന തെറ്റാ, തൊട്ടുമൊത്തുന്നത് തെറ്റാ. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പൂർവികരായി കാണിച്ചു തന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്തെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ AI ടെക്നോളജി വരികയാണ്. സ്വതം ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നതെല്ലാം പെരിച്ചാഴിക്കും വാവലിനുമായിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെയും ദൈവമെന്ന് കണ്ടിരുന്ന പലതിനെയും പെരിച്ചാഴിക്കും വാവലിനുമായിട്ട് ഉപേക്ഷിക്കുമെന്ന് വചനം പറയുന്നതിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എത്തിച്ചേരുകയാ. ദൈവികം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. മാനുഷികമെങ്കിലോ അതെന്ത് ചെയ്യും? നശിച്ചു പോകും. നമുക്കൊന്ന് വായിക്കാം പ്രിയ മക്കളെ. സ്വതം ഈ 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വതം അബ്ശാലോം എന്ന് പറയുന്ന ഒരുവനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്ശാലോം സ്വതം ഇവൻ ആരുടെ മകനാ?
ദാവീദിന്റെ മകനാ. പക്ഷേ ഇവനെ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇവനെ ഏറിയ നാളുകൾ അപ്പന്റെ മുഖം മറച്ചുകൊണ്ട് ഒളിച്ചു പാർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്താ? മറ്റൊരു രാജകുമാരനെ ഇവൻ കൊന്നു. ആരാ? ഇവൻ അനിയനായിരിക്കുന്ന അമ്നോനെ ഇവൻ കൊന്നു. അമ്നോൻ എന്ത് ചെയ്തു? ഇവന്റെ പെങ്ങളോട്, ഇവരെ അപ്പനൊന്ന്, അമ്മമാര് വ്യത്യസ്തമാണ്. അപ്പനൊന്ന്, ദാവീദ് രാജാവ് ഒന്ന്. ദാവീദിന് പിന്നെയും ഭാര്യമാരുണ്ട്. സ്തോത്രം. അപ്പോ ആ ഭാര്യമാരിൽ ജനിച്ചിരിക്കുന്ന മക്കളാണ് ഇവരെല്ലാം. സ്തോത്രം. താമാറ്, സ്തോത്രം, അമ്നോൻ, ഇവരൊക്കെ രണ്ട് അമ്മയുടെ മക്കളാ. അതില് അമ്നോൻ ദോഷം പ്രവർത്തിച്ചു. ആരോട്? സ്തോത്രം, അബ്ശാലോമിന്റെ പെങ്ങളോട്. പ്രൈസലോ. അവന്റെയും സിസ്റ്റർ തന്നെയാ. പക്ഷെ ഒരു വലിയ പാപം ദാവീദിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് ഈ അമ്നോനെ സ്തോത്രം വെട്ടിക്കൊന്ന് ഏറിയ കാലം അപ്പനിൽ നിന്ന് മുഖം മറച്ച് കടന്നുപോയ മകനെ സ്തോത്രം ദാവീദിന്റെ പടനായകനായിരിക്കുന്ന യോവാബ് അല്പമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് സ്തോത്രം ഒരു സ്ത്രീയെ ദാവീദിന്റെ അടുക്കൽ അയച്ച് അവളുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളെ വിവരിച്ച് രാജാവിന് ബോധം വരുത്തി സ്വന്തം ഈ അബ്ശാലോമിനെ മടക്കി കൊണ്ടുവരികയാണ്. സ്വന്തം സ്വന്തം രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാ. അതിൻ്റെ 13-14 അധ്യായങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വിടുകയാണ്. മടക്കി കൊണ്ടുവന്നപ്പോൾ ഇവൻ പിന്നത്തേത് ചെയ്യുന്നത് രാജകീയ സ്ഥാനം വേണം. ഒരു രാജകുമാരനായി ഇരിക്കുന്നത് കൊണ്ടൊരു കാര്യമില്ല. അധികാരമില്ലെങ്കിൽ എന്ത് രാജകുമാരൻ? പ്രൈസലോ. അല്ല പ്രീതി മക്കളെ, ചിലരുടെയൊക്കെ അകത്തളത്തിലൊക്കെ ഉള്ള ചിന്തയാണ് ഒരു വിശ്വാസിയായി തുടരുന്നതുകൊണ്ട് എന്താ കാര്യമുള്ളത്? സ്വന്തം അധികാരം വേണ്ടേ? മാനുഷിക അധികാരമല്ല പ്രിയ മക്കളെ. കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, നിന്നെക്കുറിച്ചുള്ള ശ്രുതി പട്ടണത്തിൽ പരക്കട്ടെ. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ദൈവകൃപയാൽ പരിശുദ്ധ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ആ അധികാരത്തെ ആർക്ക് നിഷേധിക്കാൻ പറ്റും? പ്രിയ മക്കളെ, ഒരുത്തനും തടുത്തു വെക്കാൻ പറ്റത്തില്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടറിഞ്ഞുകൊണ്ട് പട്ടണം നിന്നെ കുറിച്ച് പറയട്ടെ, ദേശം നിന്നെ കുറിച്ച് പറയട്ടെ, ചുറ്റുപാടുകൾ നിന്നെ കുറിച്ച് പറയട്ടെ. ആർക്കടക്കി വെക്കാൻ കഴിയും? അതിലാ തെളിയിക്കേണ്ടത്. സ്വന്തം നീ ഒരു ദൈവ പൈതല, നീ ഒരു പ്രാർത്ഥനക്കാരനാ, നീ ഒരു വിശ്വാസിയാണ് എന്ന് തെളിയിക്കേണ്ടത് സഭക്കകത്ത് മുമ്പിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ ഒരു ഹല്ലേലൂയ പറഞ്ഞെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പറയും, സ്തോത്രം പറയാൻ പറയുമ്പോൾ സ്തോത്രം പറയും. അതിലല്ല പ്രിയ മക്കളെ, ചുറ്റുപാടുകൾ നീ ഇറങ്ങി ചെല്ലുമ്പോൾ നിന്റെ പരിസരം, നിന്റെ ചുറ്റുപാടുകൾ, നിന്നെ അറിയുന്ന വ്യക്തിത്വങ്ങൾ, മുഖപരിചയമുള്ള വ്യക്തിത്വങ്ങൾ വിളിച്ചു പറയട്ടെ, നീ ഒരു ദൈവ പൈതല. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിത്വം ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു അത്ഭുതം നടന്നാൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും? പ്രൈസലോ. നീ ചെയ്തതാ ദൈവമാണ് അവിടെ വ്യാപരിക്കുന്നത്. പക്ഷെ മാനുഷികമായിട്ട് നീ അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. പരിശുദ്ധ ദൈവം ഒരു കാര്യം ചെയ്താൽ അതങ്ങനെ തന്നെയാ. എന്നെയോ നിങ്ങളെയോ ദൈവത്തിന് മാനിക്കാൻ ഒരു പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിയ മക്കളെ, നമ്മളായിട്ട് തലകുത്തി നിൽക്കണ്ട. ദൈവം അത് ചെയ്യും, ഭംഗിയായി ചെയ്യും. അവൻ അതതിൻ്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൻ ഭംഗിയായി ചെയ്യുന്ന ദൈവമാ. എവിടെ കാണാൻ സാധിക്കുന്നത്? ഒന്ന് വായിച്ചേ. 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അതികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപതനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. അബ്ശാലോം രാജകുമാരൻ എവിടെ നിൽക്കും? കൊട്ടാരത്തിന്റെ പുറത്ത്. അകത്താരുണ്ട്? അപ്പൻ രാജാവ് ദാവീദുണ്ട്. മകൻ എവിടെ നിൽക്കും? മകൻ പുറത്തു നിൽക്കും.
എന്നിട്ട് ഇവന്റെ മുമ്പിൽ ഓടുവാൻ അകമ്പടി സ്വതം സേവകരെയും കുതിരയെയും രഥങ്ങളെയും ഇവൻ പിടിച്ചിരിക്കുകയാ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വഴക്കിട്ട് പോയി മാറി നിന്ന മകനെ എന്ത് ചെയ്തിരിക്കുക? തിരിച്ച് സ്വന്തം രാജ്യത്തിലേക്ക് വരുത്തിയിരിക്കുക. അപ്പോൾ യോവാബിനോട് പ്രത്യേകിച്ച് ദാവീദ് പറഞ്ഞിട്ടുണ്ട്, അവൻ എൻ്റെ മുഖം എന്ത് ചെയ്യരുത്, കാണരുത്. അങ്ങനെ സ്വന്തം നാട്ടിൽ വന്നു, സ്വന്തം രാജ്യത്തിൽ വന്നു. സ്തോത്രം. അബ്ശാലോം രാജകുമാരൻ അങ്ങനെ തനിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലവട്ടം യോവാബിനെ, അതായത് പടനായകനെ വിളിക്കാൻ വേണ്ടി ഇവൻ ആളയച്ച സമയത്ത് യോവാബ് വന്നില്ല. ആ സമയത്ത് യോവാബിൻ്റെ വിളഞ്ഞു കിടക്കുന്ന സ്തോത്രം ഒരു നിലമുണ്ടായിരുന്നു. കൊയ്യാൻ വേണ്ടി വിളഞ്ഞു കിടക്കുന്ന നിലം. ഇത് ഇവൻ ആളെ വിട്ട് എന്ത് ചെയ്തു? കത്തിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? യോവാബിനെ ഇവൻ്റെ അടുക്കൽ വരുത്തണം. സ്തോത്രം. ഇവനെ കൊണ്ടുവരുവാൻ വേണ്ടി ഉപാധിയായി തീർന്ന യോവാബിനെ പലവട്ടം വിളിച്ചിട്ട് യോവാബ് വരുന്നില്ല. ഇവൻ തനിച്ച് വേറൊരു സ്ഥലത്ത് പാർക്കുകയാണ്. അബ്ശാലോം രാജകുമാരൻ അവൻ്റെ ഹൃദയത്തിൽ ഭാരമായി, എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? ഞാൻ വെറുതെ ഈ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വല്ല കാര്യം ഉണ്ടായോ? ഇതിനു മുമ്പേ അവിടെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. അതുകൊണ്ട് യോവാബിനെ വിളിപ്പിച്ചു. യോവാബ് വന്നില്ല. ഇവന് ദേഷ്യം വന്നു. യോവാബിനുള്ള വസ്തുവിൽ നിന്ന് ആ വിളഞ്ഞു കിടക്കുന്ന പാടം മുഴുവൻ അവൻ കത്തിച്ചു കളഞ്ഞു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ യോവാബ് വന്നു. യോവാബിനോട് പറയുന്നത്, എന്തിനാണ് സ്തോത്രം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? എനിക്ക് അപ്പനെ ഒന്ന് കാണണം, അതായത് രാജാവിനെ ഒന്ന് കാണണം. നീ ഒന്ന് പോയി സംസാരിക്കണം, ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് യോവാബ് ഈ അപ്പനും മകനും തമ്മിൽ സംസാരിക്കാനുള്ളൊരു അവസരം കൊടുത്തു. അങ്ങനെ ഏറിയ വർഷങ്ങൾക്ക് ശേഷം കണ്ട മകനുമായിട്ട് സംസാരിച്ചു. കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയി. പക്ഷേ ഇവൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ചിന്ത അപ്പൻ്റെ അധികാരം വേണം. അപ്പൻ്റെ ഒരു മകനായിരിക്കുന്നതിൽ കാര്യമില്ല, രാജ്യത്തിൽ ഒരു പൗരനായിരിക്കുന്നതിൽ കാര്യമില്ല, രാജകുമാരനായിരിക്കുന്നതിൽ കാര്യമില്ല. എനിക്ക് അധികാരം വേണം, എനിക്ക് ചെങ്കോല് വേണം, എനിക്ക് കിരീടം വേണം എന്നൊരാഗ്രഹമായിരുന്നു അബ്ശാലോം രാജകുമാരന്റെ ഹൃദയത്തിനകത്തളത്തിൽ കയറിയത്. അവനത് സമ്പാദിച്ചെടുക്കാൻ വേണ്ടി അകമ്പടി നായകരെ വെച്ചു. അവനത് സമ്പാദിച്ചെടുക്കാൻ വേണ്ടി കുതിരകളെയും രഥങ്ങളെയും അവൻ പിടിച്ചു. ശ്രദ്ധിച്ചേ പ്രിയ മക്കളെ, ആരുടെ അധികാരമാ? അധികാരം ഹൃദയത്തിൽ കയറിയ അപ്പനെന്നില്ല, മകനെന്നില്ല കേട്ടോ. ഈ അധികാരം കൊണ്ടുവരുന്ന ആരാ? സാത്താന. ഈ ലൂസിഫർ അന്ധകാര ശക്തിയായി തീരാൻ കാരണം അധികാരമായിരുന്നു, അധികാര കൊതിയായിരുന്നു. ചെറിയൊരു കാര്യമല്ല പ്രിയ മക്കൾ. ഇന്ന് ആത്മീക ഗോളത്തിൽ ഏറ്റവും ആളുകൾ തമ്മിൽ ഭിന്നതയും ഇടർച്ചകളൊക്കെ ഉളവാകാൻ കാരണമായി തീരുന്ന ഒരു വിഷയം അധികാരമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാര് യോഹന്നാനും യാക്കോബിനും ഈ അധികാരത്തിൻ്റെ ഒരു സ്പിരിറ്റ് വന്നു. അവര് അമ്മയെയും വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നീ രാജ്യത്തെ പ്രാപിക്കുക, അല്ലെങ്കിൽ നീ സ്വർഗത്തിലിരിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കാൻ എൻ്റെ 2 പുത്രന്മാർക്ക് എന്ത് ചെയ്യണം? അധികാരം കൊടുക്കണം. യേശു ഇത് കേട്ടിട്ട് അവരെ പ്രശംസിച്ചില്ല, യേശു അവരെ ശാസിച്ചു. മാത്രമല്ല തൻ്റെ കൂടെ നിൽക്കുന്ന 10 പേരോടും പറഞ്ഞു, ഇവന്മാരുടെ അകത്തളത്തിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ലോകത്തിൻ്റെ അധിപതികൾ ഇവരിൽ കർത്തൃത്വം ചെയ്യുന്നു. നിങ്ങളിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്തോത്രം സകലരുടെയും ദാസനായി തീരണം, അവന് ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് യേശു അതിനെ ഉടച്ചു കളയുകയാ. മകളെ, അപ്പോ ഇവിടെ ഇവൻ ഒരു അപ്പന്റെ രാജകുമാരനായി ഇരിക്കുന്നത് അവന് താല്പര്യമില്ല. അവൻ എന്തു വേണം? രാജാവാകണം. രാജകുമാരനായി ഇരിക്കുന്നത് കൊണ്ട് അബ്ശാലോം തൃപ്തനല്ല. അപ്പൻ രാജാവിന്റെ അധികാരത്തെ പിടിച്ചെടുക്കണം. ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അപ്പൻ രാജാവ് തല മൂടിക്കൊണ്ടും ചെരുപ്പിടാതെയും കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുന്നൊരു അവസ്ഥയുണ്ട്. ഇവൻ രാജകീയ അനുഭവത്തെ ചില രാജ്യങ്ങളൊക്കെ നമുക്ക് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സൈന്യം അട്ടിമറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലേ? ഇവൻ്റെ കൂട്ടത്തിലായിപ്പോയി. യോവാബ് പടനായനൊക്കെ ഇവൻ്റെ കൂട്ടത്തിലായിപ്പോയി. അബ്ശാലോമിനോട് കൂടെ കൂടി. ദാവീദും തന്നോട് കൂടെയുള്ള ആളുകളും രാത്രിക്ക് രാത്രി തല മൂടിക്കൊണ്ട് അവര് സ്തോത്രം കുന്നുകളിലേക്കും മലകളിലേക്കൊക്കെ നടന്നു കയറുകയാ. കഴിഞ്ഞ ദിവസം വരെ രാജാവായിരുന്നു. പക്ഷെ മക്കൾ ഇങ്ങനെ ചെയ്താൽ എന്തു ചെയ്യും? ആർക്ക് തടുക്കാൻ പറ്റും? സ്തോത്രം, ഹല്ലേലൂയ. അപ്പനായി പോയില്ലേ? കേട്ടോ പ്രിയ മക്കളെ, മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്താലും മക്കൾ ചിലപ്പോൾ ദോഷം ചെയ്തെന്നിരിക്കാം. പക്ഷെ പലപ്പോഴും മാതാപിതാക്കൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. മാതാപിതാക്കൾ പലപ്പോഴും ക്ഷമിക്കും. മക്കളുടെ തെറ്റുകളെ മറക്കും. സോദരൻ, ആകയാൽ ഇവിടെ ഇവൻ എന്താ ചെയ്യുന്നത്? അവന്റെ മുമ്പിൽ ഓടുവാൻ ചില ആളുകളൊക്കെ പിടിച്ചു. മാത്രമല്ല ഇവന്റെ അടുക്കൽ കടന്നു വരുന്നവരെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ കെട്ടിപ്പിടിക്കും, ചുംബനം കൊടുക്കും. ആരാ ചുംബിക്കുന്നത്? രാജകുമാരനാ, ഏറ്റവും ഭംഗിയുള്ളവനാ ഇവൻ.
ആമേൻ സ്തോത്രം. അവനെക്കുറിച്ച് പുസ്തകത്തിൽ നിങ്ങൾ വായിക്കണം. ഈ അധ്യായത്തിലേക്ക് വായിച്ചു വരുമ്പോൾ ആമേ കാണാൻ സാധിക്കുന്നത് അവൻ ഭയങ്കര സൗന്ദര്യമുള്ളവനാണ്. ഇന്ന് ഏതെങ്കിലും ഒരു സിനിമയിലോ 2 സിനിമയിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗങ്ങളാകുന്ന ആളുകളുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ തെന്തൂര ആളുകളാണ്. ഇവനെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ രാജകുമാരനാ. അവൻ ഒരുത്തനെ പിടിക്കുക, ഒരു കൃഷിക്കാരനായിരിക്കാം, കൂലിപ്പണിക്കാരനായിരിക്കാം, അവൻ്റെ അടുക്കൽ കടന്നു വന്ന വ്യവഹാരത്തിന് വരുന്ന ആരും തന്നെയാണെങ്കിലും ഇവൻ അവരൊക്കെ എന്ത് ചെയ്യും? കെട്ടിപ്പിടിക്കും, ചുംബിക്കും. അബ്ശാലോം രാജകുമാരൻ സകലതിൻ്റെയും ഹൃദയത്തെ എന്ത് ചെയ്തു? വശീകരിച്ചു കളഞ്ഞു. എന്നിട്ട് ഇവൻ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു, ഇവൻ ആരായി തീർന്നിരിക്കുന്നു? രാജാവായി തീർന്നിരിക്കുന്നു. കേട്ടോ പ്രിയമക്കളെ, സ്വയം പ്രഖ്യാപിക്കുകയാ. ആമേൻ സ്തോത്രം. അത് ദൈവികമായിരുന്നില്ല, അത് മാനുഷികമായിരുന്നു. അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. 10ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. എന്നാൽ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറവിൻ എന്ന് പറയിച്ചിരുന്നു. അബ്ശാലോമിനോട് കൂടെ യെരുശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. ട്രിക്ക് പരിപാടിയായിരുന്നു ഇവന്റെ ഉപായമായിരുന്നു. ഇവൻ 10-200 പേരെ സംഘടിപ്പിച്ചു. ഇവന്റെ ഹൃദയത്തിലിരിക്കുന്നത് ഇതാ, ഇവന്റെ മൈൻഡ് ഇതാ. ഇവനത് പുറത്താരോടും പറഞ്ഞില്ല. ആളുകളെ കൂട്ടി, ആളുകളെ ഏകദേശം സെറ്റാക്കി. 200 പേര് ഇവനോട് കൂടെയുണ്ട്. അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. പ്രൈസലോ. അവർ ഈ പ്ലാനും പദ്ധതികളും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവനാ ഇതെല്ലാം കഥ മെനയുന്നത്. കഥയെല്ലാം മെനഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവർ ഞെട്ടിപ്പോയി. ഇവനൊരൊറ്റ പ്രഖ്യാപനമാണ്, അബ്ശാലോം രാജകുമാരൻ ആരായി തീർന്നിരിക്കുന്നു? രാജാവായി തീർന്നിരിക്കുന്നു. പ്രൈസലോ. ആമേൻ. കേട്ടോ പ്രിയമകളെ, ചിലരൊക്കെ ഒന്നും അറിയത്തില്ല. പിന്നാമ്പുറത്ത് പല പദ്ധതികളും മെനയും. ആമേ സ്തോത്രം. എന്നാൽ ഈ പദ്ധതികൾ മെനയുന്നതിനെ കാണുന്നൊരു ദൈവമുണ്ട്. നീ അറിയാതെ വണ്ണം, നിന്റെ ബുദ്ധി അറിയാതെ വണ്ണം, നിന്റെ ചിന്ത അറിയാതെ വണ്ണം, നിന്റെ ഇടത്തും വലത്തും അറിയാതെ വണ്ണം പലതും ഹല്ലേലൂയ പിന്നാമ്പുറത്ത് ചമച്ചെടുക്കുമ്പോൾ അതിനെ കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവികമെങ്കിൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ, മാനുഷികമെങ്കിലോ അതൊക്കെയും തകർന്നു പോകും. ഈ 10-200 പേരെ ഇവൻ എന്ത് ചെയ്തിട്ടില്ല? അറിയിച്ചിട്ടില്ല. അവരൊന്നും അറിയിച്ചിട്ടില്ല. കേട്ടോ. പക്ഷെ ഇവന്റെ അകത്ത് എന്തുണ്ട്? ഗൂഢമായ ചിന്തയുണ്ട്, പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അവൻ അത് ആമേശ്വരം ചെയ്യുകയാ. ദൈവം പറയുന്നത്, നിങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞോളാം, ആരായിരിക്കുന്നു? അബ്ശാലോം രാജകുമാരൻ രാജാവായി തീർന്നിരിക്കുന്നു. രാജാവായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേശ്വരം. ഇവന്റെ ഒരു സഹോദരൻ എന്ന് പറയാം, അദോനിയാവ്. അവനും ഇതേ തലത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ദൈവമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ പേര് ശലോമോന. അത് ദാവീദ് ഒരിക്കൽ ദൈവസ്ഥലം നേർച്ച നേരുന്നതാ. അല്ലെങ്കിൽ ദാവീദ് ഒരു ദിവസം ദൈവസ്ഥലം പ്രഖ്യാപിക്കുകയാ, എൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ അടുത്ത രാജാവായി മാറും. ഹല്ലേലൂയ. എന്നാൽ ഇതിനെയെല്ലാം അറിയാമായിരുന്ന അബ്ശാലോമും അദോനിയാവും അതിനെല്ലാം മറികടന്നുകൊണ്ട് മാനുഷികമായ തലത്തിൽ അധികാരത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാ. കേട്ടോ പ്രിയമക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാ, ദൈവത്തെ സ്തുതിക്കുന്നവരാ, സ്വതം ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്നവരാ. ഒരിക്കലും മാനുഷികമായ തലത്തിൽ നീ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അവിടെ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായി വരും. ജീവനുള്ള ദൈവത്തെ മാത്രമേ മഹത്വപ്പെടുത്താവൂ, ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പലതും കരുതി വെച്ച് പ്ലാനും പദ്ധതികളും ചമച്ചെടുത്ത് സകലതും ചെയ്തെടുത്ത് പോകുമ്പോൾ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവം അത് തകർത്ത് കളയും. പ്രിയമക്കളെ, ദൈവികമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മാനുഷികമെങ്കിലോ നശിച്ചു പോകും. ദൈവം അതിനെ തകർത്ത് കളയും, കീറിക്കളയും. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ അദോനിയാവ് എന്ന് പറയുന്ന ഒരുത്തനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക്, 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അദോനിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ ശലോമോനെ അവൻ്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ 1 രാജാക്കന്മാർ 1-ാം അധ്യായം
1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമല്ല, 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. മകനായ അദോനിയാവ് നിഗളിച്ചുകൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. ഓ സ്തോത്രം, ഹല്ലേലൂയ. ചേട്ടൻ ചെയ്തതുപോലെ, അബ്ശാലോം രാജകുമാരൻ ചെയ്തതുപോലെ തന്നെയാ ആരും ചെയ്യുന്നത്? അദോനിയാവും ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയമക്കളെ, ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ ലോകമെല്ലാം എന്ത് ചെയ്യുക? കുതികാല് പിടിക്കുക. ആമേൻ, സ്തോത്രം. അടുത്ത ആള് ആരായിത്തീരും? ഇന്നൊക്കെ ഈ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്തിനു വേണ്ടിയാ? പ്ലാനും പദ്ധതികളും ഒരുക്കും. ഇതുപോലെ തന്നെയാ അബ്ശാലോം രാജകുമാരൻ ആളുകളെ കെട്ടിപ്പിടിക്കുന്നു, ചുംബനം കൊടുക്കുന്നു. ഒരാളുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ ചെയ്യാത്ത ചില വ്യക്തിത്വങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അകത്തിൻ്റെ അകത്തളത്തിൽ ഗൂഢമായി ചിന്തകൾ വരുമ്പോൾ ആമേ കെട്ടിപ്പിടിക്കും, ചുംബനം കൊടുക്കും. ആമേ, ഈ ആമേ സ്തോത്രം, ഒരു വിജയത്തിന് വേണ്ടി അല്ലേ എടുക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്യും? വാരിയെടുക്കും. ആമേ സ്തോത്രം. മൂക്കൊലിപ്പിച്ചും വയർത്തും കുളിച്ചൊക്കെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? കെട്ടിപ്പിടിക്കും അല്ലേ, ചുംബനം കൊടുക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? അവന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു ആഗ്രഹം കിടക്കുക. എന്ത് സമ്പാദിക്കണം? എനിക്ക് വിജയിക്കണം. എന്ത് വില കൊടുത്തും ആമേ വിജയിക്കുന്ന പലരെയും ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ അബ്ശാലോം രാജകുമാരൻ ചെയ്തതുപോലെ അദോനിയാവും ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? അവൻ ആമേ 5-ാം വാക്യം, അനന്തരം ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട്, നികളഭാവം ഭയങ്കര പ്രശ്നമുണ്ടോ? നികളഭാവം വന്ന തകർച്ചയാണ്. ആമേ സ്തോത്രം. അഹമെന്ന ഭാവം മനുഷ്യ മനസ്സിൽ കടന്നാൽ അധപ്പതനത്തിന്റെ ലക്ഷണങ്ങളാണ്. ഒരിക്കലും നിഗളിച്ചു പോകരുത്. ആമേ, യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിഗളികളോട് ദൈവം ചെയ്യുന്നു, എതിർത്ത് നിൽക്കുന്നു. പാപികളോട് ദൈവം ക്ഷമിക്കും, നിഗളികളോട് എന്ത് ചെയ്യത്തില്ല? ദൈവം ക്ഷമിക്കത്തില്ല. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, പാപികളോട് ദൈവം എന്ത് ചെയ്യും? ക്ഷമിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇവിടെ കാണാൻ സാധിക്കുന്നത്, അനന്തര ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞു രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. ആമേ, എന്തായിത്തീരണം ഇവന്? ഇവന്റെ അപ്പൻ രാജാവായിട്ട് വാർദ്ധക്യത്തിലായി കിടക്കുകയാ. ആര്? ദാവീദ് വാർദ്ധക്യത്തിൽ വൃദ്ധനായി. ആ സമയത്താണ് ഇവൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. താഴേക്ക് വായിച്ചോ. അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത്. അബ്ശാലോമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത്. കേട്ടോ ചേട്ടൻ എന്ത് ചെയ്തു? ചേട്ടൻ ഇതുപോലെ തന്നെയുള്ള ഒരു വ്യാപാരം. ചിലതിൻ്റെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചില ചിന്തകൾ കയറി കഴിയുന്ന രക്ഷയില്ല. പ്രിയമക്കൾ, അപ്പനാണെന്ന്, അമ്മയാണെന്ന്, ആമേ സ്തോത്രം, സഹോദരനാണെന്ന്, സഹോദരിയാണെന്ന്, മക്കളാണെന്ന് ഒന്നും ചിന്തിക്കത്തില്ല. അവൻ എന്ത് വേണം? അവൻ അധികാരം വേണം. അവൻ പിടിച്ചെടുക്കാൻ തക്ക വിധം അതുപോലെ ശ്രമിക്കുകയാ. അവനും ബഹുസുന്ദരനായിരുന്നു, ഇവനെ പോലെ തന്നെ സുന്ദരനായിരുന്നു, ഇവനേക്കാൾ സുന്ദരനായിരുന്നു. ആര്? അബ്ശാലോം രാജകുമാരൻ. ആമേ സ്തോത്രം. താഴേക്ക് വായിച്ചു. അവൻ സെരുവയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു. എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോയാദയുടെ മകനായ ബെനായാവും പ്രവാചകനായ നാഥാനും ശിമയിയും രേയിയും ദാവീദിന്റെ വീരന്മാരും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല. 2 പക്ഷമാക്കി തീർത്തു. ഈ ശത്രുവിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ഹൃദയത്തിന്റെ അകത്തളത്തിൽ മാനുഷികമായ ചിന്തകൾ കടത്തിയിട്ട് ഇവൻ വിഭാഗമാക്കി തിരിക്കും. മാത്രമല്ല, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇത് ആദ്യ കാലഘട്ടം മുതൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്വന്തം ഒരു പദ്ധതി മെനയുമ്പോൾ ആദ്യം ചേർക്കുന്ന നമ്മുടെ കൂടെ എത്ര പേര് നിൽക്കും, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും, ഭൂരിപക്ഷം എത്രയുണ്ടാകും എന്ന് നോക്കിയിട്ടാണ് പദ്ധതി മെനയുന്നത്. അവൻ 2 തിരിച്ചു. ആ രാജ്യത്തിലെ സ്വന്തം വിഭാഗത്തെ 2 ആര് തിരിച്ചു? അദോനിയാവ് തിരിക്കുകയാ. എന്താ ആഗ്രഹം? അപ്പന്റെ അധികാരം വേണം. രാജ്യത്തിന്റെ അധികാരം വേണം. രാജാവായി മാറണം. അപ്പനെ തകർത്തിട്ടാണെങ്കിലും അബ്ശാലോമിന്റെ ഇഷ്ടം അപ്പനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. പക്ഷെ ദൈവമായിരുന്നു ദാവീദിനെ അഭിഷേകം ചെയ്തത്. ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് സ്വർഗത്തിലെ ദൈവമായിരുന്നത് കൊണ്ട് അബ്ശാലോമേ, അദോനിയാവേ, നിങ്ങൾ എന്ത് വിചാരിച്ചെന്നാലും, നിങ്ങൾ എന്ത് മെനഞ്ഞെന്നാലും അത് നടക്കത്തില്ല. നട്ടത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അവൻ വളർത്തുവാൻ ശക്തനാണ്. മറിച്ചു കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നട്ടതെങ്കിൽ കുറിച്ചു വെച്ചോ പ്രിയ മക്കളെ, തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാൾക്ക് തകർക്കാൻ പറ്റില്ല. കേട്ടോ പ്രിയമക്കൾ, നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന യേശുവാണെങ്കിൽ, ആമേൻ, നിന്നോട് സംസാരിക്കുന്ന കർത്താവാണെങ്കിൽ, നീ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ, ആമേൻ, തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുക. താഴ്ചകളുണ്ടാകാം കേട്ടോ, താഴ്ചകളൊക്കെ ഉണ്ടാകാം. പക്ഷേ നീ തകർന്നു പോകാൻ ദൈവം ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ആമേൻ. താഴ്ചകൾ ഉണ്ടാകാം, ആമേൻ, പരാജയങ്ങൾ ഉണ്ടാകാം. പക്ഷെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാനും നിന്നെ ഉയർത്തിയെടുക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. തളരരുത്, ക്ഷീണിക്കരുത്. പരിശുദ്ധ ദൈവം പറയുന്നത്, ഒരുപക്ഷെ താഴ്ന്നു പോകാം, ഒരുപക്ഷെ പരാജയങ്ങൾ സംഭവിക്കാം, എന്നാൽ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം എന്റെ മകനെ നിന്റെ ജീവിതത്തിന്മേൽ അനുകൂലമായി ഇന്ന് പകൽക്കാലം സ്വർഗം വെളിപ്പെടുത്തുകയാ. കഴിഞ്ഞ ആണ്ട് ആമേൻ, നിരാശയുടെ വാക്കുകളും കണ്ണുനീരും ദുഃഖവും പ്രയാസവും ഇനി ഇതുകൊണ്ട് തീരുകയാ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിന്ന് ഈ ആണ്ട് 2025 ആമേൻ, ഏതാനും ചില നല്ല കാര്യങ്ങളെ വിളിച്ചറിയിപ്പാൻ തക്കവിധം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുന്ന നാളുകളാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുത്തി കുറിച്ചു വെച്ചു. 2025 തിരുനാമത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവിധത്തിൽ ചില ഉയർച്ചകളുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുവാൻ പരിശുദ്ധ ദൈവം ചില വഴികളെ ഒരുക്കും. പതിയെ പതിയെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, വേഗം ധൃതി കൂട്ടരുത്, തിരക്ക് കൂട്ടരുത്. പതിയെ പതിയെ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പതിയെ വളരുന്നത് വേരുറച്ചായിരിക്കും വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വളരുന്നത് പാഴ്മരങ്ങളാ, കാറ്റടിച്ച വീണ് പോകും. പക്ഷെ പതിയെ വളരുന്നത് വേരുറച്ചായിരിക്കും വളരുന്നത്. അത് നിലനിൽക്കാൻ ഇടയായിത്തീരും. കാറ്റടിച്ചാൽ വീഴത്തില്ല, വെള്ളം പൊങ്ങിയാൽ വീഴത്തില്ല, അതുമേൽ അടിച്ചാൽ വീഴത്തില്ല. മകളെ, ഈ കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഹല്ലേലൂയ. വളർത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. കേട്ടോ പ്രിയമക്കളെ, വിളിച്ച ദൈവം വിശ്വസ്തനാ. ആ ദിവസം വരെയും കാക്കുവാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. അവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അവനോട് ചാരി നിന്നാ മതി, അവനോട് ചേർന്ന് നടന്നാ മതി, അവങ്കിലേക്കൊന്ന് നോക്കിയാൽ മതി. സ്വർഗത്തിലെ ദൈവം നടത്തുവാൻ ശക്തിയുള്ള ദൈവമെന്ന് ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ദൈവമാണ് നടുന്നത്. കേട്ടോ, ദൈവം നട്ടാൽ ഒരുത്തനെ ഇളക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം കച്ച കെട്ടിയെന്നാൽ, എന്തെല്ലാം പ്ലാൻ ചെയ്തെന്നാലും അത് നടക്കത്തില്ല പ്രിയമക്കളെ. ഒരു പക്ഷേ സ്തോത്രം, അബ്ശാലോം രാജകുമാരനായി മാറിയിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കാൻ ഒരു കൂട്ടം ജനമുണ്ടാകാം. അദോനിയാവ് രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകാം. രഥങ്ങളുണ്ടാകാം, കുതിരകളുണ്ടാകാം, സകലവിധമായ പരിവാരങ്ങളും ഉണ്ടാകാം. പക്ഷെ അത് ദൈവം നടാത്തതായതുകൊണ്ട് അതൊരിക്കലും നിലനിൽക്കാൻ ചാൻസ് ഇല്ല. അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അതിനെ സ്വർഗത്തിലെ ദൈവം ഇടിച്ചു കളയും. പക്ഷെ ദൈവം നടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം ചെയ്യുമ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, ദൈവമായിട്ട് ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. നാമായിട്ട് ചെയ്യുമ്പോൾ നാമായിട്ട് തന്നെ ചെയ്യണം. ഇവിടെ ഒന്ന് വായിച്ചേ, 3-ാം അധ്യായം കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ, ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ പ്രിയ മക്കളെ, നടുന്നവനും നനയ്ക്കുന്നവനും വളർത്തുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. കേട്ടോ, നിന്നെ ഉയർത്തുന്നതും വളർത്തുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. മനുഷ്യന്റെ വാക്കുകൾ കേട്ട് നീ ഭാരപ്പെട്ടു പോകരുത്. ഈ സിറ്റുവേഷൻ മാറത്തില്ല, ഈ സ്ഥിതി മാറത്തില്ല, ഇനി ഉയരത്തില്ല, അതിന് സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പോസിറ്റീവായിട്ട് നിനക്കൊന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ? അവിടെയാണ് പരിശുദ്ധ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ. അസാധ്യങ്ങളെ ദൈവം ചെയ്യും.
സാധ്യമാക്കും. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അവനെ ആരാധിച്ചാൽ മതി, അവനെ സ്തുതിച്ചാൽ മതി. അവന്റെ വഴികളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആമേൻ. ഈ ദൈവം എല്ലാവരും ഫോക്കസ് ചെയ്യുക, ഈ ദൈവം എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രതിസന്ധികളൊക്കെ മുമ്പിൽ കടത്തി വിടും. എന്തിനു വേണ്ടിയാ? നീ ഒന്ന് ഉറക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാ. കേട്ടോ, നിനക്കൊരു ഉറപ്പ് പരിശുദ്ധ ദൈവം തരിക. കേട്ടോ സ്നേഹേ, ആമേ സ്വന്തം ആമേ മോളുടെ ജീവിതത്തിൽ ദൈവം ചില മേഖലകളിൽ ഉറപ്പ് വരുത്തുകയാണ്. ആമേ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം ആമേ ചില മേഖലകളിൽ നിന്നെ ഉറപ്പിച്ച് നടത്തുകയാണ്. ഹൃദയത്തിൽ ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. പ്രത്യാശയോടെ തിരുമുഖത്തേക്ക് നോക്കിക്കോ. ആമേ സന്തോഷത്തിന്റെ ദിനങ്ങൾ ജീവിതത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം കടത്തിവിടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കൊള്ളണം. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച ഉപവസിച്ചു കൊള്ളണം. ദൈവികമായ നീതി സ്വർഗത്തിലെ ദൈവം ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ദൈവം ചെയ്യാൻ പോകുക. കേട്ടോ, ആമേ ചിലരുടെയൊക്കെ ജീവിതത്തിന്മേൽ ഒരു അനുഗ്രഹത്തിന്റെ വഴികൾ പരിശുദ്ധ ദൈവം തുറക്കാൻ പോകുക. കാത്തിരിപ്പ് വൃഥാവല്ല. ആമേ കാത്തിരിപ്പ് വൃഥാവല്ല. കേട്ടോ ഉദയം ബ്രദറെ, ആമേ പ്രിയ സിസ്റ്ററെ, കാത്തിരിപ്പ് വൃഥാവല്ല. നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കാത്തിരുന്നും ആമേ കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന ചില വിഷയത്തിന്റെ മധ്യത്തിൽ അടഞ്ഞു കിടന്ന വഴികളെ പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം വെട്ടി തുറക്കുകയാണ്. ആമേ അടഞ്ഞു കിടന്ന വഴികളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി ആമേ ചില വഴികളെ തുറക്കുകയാ. ആമേൻ. നന്മ കാണും, നന്മ അനുഭവിക്കും. ആമേ വൈകിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ എന്ന് ദൈവത്തോട് ചോദിക്കും. വൈകിയത് നന്നായെന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ഒരു അനുഗ്രഹം ജീവിതത്തിൽ ദൈവം തരും. ആമേൻ. ഇതായിരുന്നു അതിന്റെ സമയം, ഇതായിരുന്നു അതിന്റെ സമയം. ആവേശം എന്ന് പറയുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കുന്ന ദിനങ്ങളാണ് മുമ്പിൽ കിടക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. അപ്പോൾ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ദൈവമാണ് വിളിച്ചിറക്കിയിട്ട് നീ താഴ്ന്നു പോയെന്നാലും കർത്താവ് എന്ത് ചെയ്യും? നിന്നെ താങ്ങും. പക്ഷെ ദൈവം പറയുന്ന കാര്യം അനുസരിക്കാതെ പോയാൽ ദൈവം കേൾക്കത്തുമില്ല. ആമേ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം പറയുന്ന പോലെ നീ നടന്നോ, നീ താഴ്ന്നു പോയെന്നാലും ദൈവം എന്ത് ചെയ്യും? നിന്നെ ഉയർത്തും, നിന്നെ താങ്ങും. ആമേ സ്തോത്രം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമേ സ്തോത്രം, കാറ്റ് കണ്ട് പേടിക്കിയാൽ അവൻ എന്ത് ചെയ്തു? ആമേ താഴ്ന്നു തുടങ്ങി. ഹല്ലേലൂയ. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഇവൻ എന്ത് ചെയ്യുക? അതിന്റെ ആമേ സ്തോത്രം 14-ന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാ. മുങ്ങിത്തുടങ്ങുകയാ. കേട്ടോ, മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാ. ജീവിതത്തിന്റെ എല്ലാ ആമേ തുറകളിലും ആമേ സ്വതം അടിസ്ഥാനങ്ങൾ തകർന്ന് ചവിട്ടുറപ്പ് നഷ്ടപ്പെട്ട ആമേ സ്വതം ഇപ്പോൾ നേരെ കാല് താഴ്ത്തേക്ക് പോകുകയാ. എന്ത് ചെയ്തിട്ടും പരാജയമാ. ഒരിക്കലും ഉയരാൻ പറ്റുന്നില്ല, ഒരിക്കലും വിജയിക്കാൻ പറ്റുന്നില്ല. തൊടുന്നതെല്ലാം നഷ്ടങ്ങൾ. ആമേ ബിസിനസ് തകർന്നു, തൊഴിൽ തകർന്നു, കുടുംബജീവിതത്തിന്റെ സ്ഥിരത എല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ആമേ സ്വതം ആമേ പേടിച്ച് ആമേ മുങ്ങിത്തുടങ്ങുന്ന സമയത്താണ് അരിമനാഥനായ യേശു കർത്താവ് നിന്റെ കരത്തിൽ പിടിക്കുന്നത്. ഭാരപ്പെട്ട അവൻ വിളിച്ചിറക്കിയിട്ടാണ് നീ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിശ്ചയിച്ചു, എത്ര വലിയ ആഴമുള്ള വെള്ളത്തിലാണ് നിന്റെ കാല് പതിഞ്ഞെന്നാലും നീ മുങ്ങിപ്പോകാൻ അനുവദിക്കാതെ വണ്ണം പരിശുദ്ധ ദൈവം നിന്നെ താങ്ങും. അവൻ വിളിച്ചിറക്കിയതാ. യേശു പറഞ്ഞു, വരാൻ പറഞ്ഞു. ഇവരെവിടെ ഇരിക്കുകയായിരുന്നു? വഞ്ചിയിൽ, പടകിലിരിക്കുകയായിരുന്നു. യേശുവിനോട് ചോദിച്ചു, കർത്താവ് നീ ആകുന്നു എങ്കിൽ ഞാൻ വരട്ടെ. യേശു പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. അമേശ്വതം വിളിച്ചിറക്കിയത് യേശുവാണെങ്കിൽ, അമേശ്വത പാരമ്പര്യത്തിന്റെ പാരമ്പര്യത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, കർത്താവ് യേശുവാണെങ്കിൽ, എത്ര താഴ്ചയിലേക്ക് നീ കടന്നു പോയെന്നാലും വിട്ടുകൊടുക്കാതെ വണ്ണം നിന്നെ കരം പിടിച്ചു നടത്തുവാൻ ആ സ്വർഗത്തിലെ ദൈവം നിന്റെ വലത്തുഭാഗത്തുണ്ട്. ആമേൻ. നീ തളരാൻ താഴാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. ആമേശ്വതം നടുക്കടലിൽ വെച്ച് താഴ്ന്നു പോകുന്നതിനെ പിടിച്ചു നിർത്തി ആ കടലിന്റെ മുകളിൽ നിർത്തിയ ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാ, അത് നമ്മുടെ യേശുവാണ്. നിന്റെ തകർച്ചകളിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തുവാൻ കഴിവുള്ള ഒരു യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവൻ പറയുന്നത് കേൾക്കാതെ പോയാൽ,
ആമേ. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന് 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ദൈവം പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ പോകരുത്, നിങ്ങളോട് കൂടെ ഞാനില്ല, ഞാൻ വരത്തില്ല, നിങ്ങൾ പോകരുത്, അത് ചെയ്യരുത് എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അവരോ അത് കേൾക്കാതെ അഹമ്മദിയോടെ പർവ്വതത്തിൽ എന്ത് ചെയ്തു? കയറി. അവിടെ കുടിയിരുന്ന അമോരിയർ അവരെ നിഷ്കരണം എന്ത് ചെയ്തു? തേനീച്ചകളെ പോലെ വന്ന് അവരെ തോൽപ്പിച്ചു കളഞ്ഞു. അവർ മടങ്ങി വന്നു, യഹോവയുടെ മുമ്പാകെ കരഞ്ഞു, പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. ദൈവം അതെന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല, കേട്ടില്ല. സ്വതം എന്നാണ് തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 42 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്നാൽ യഹോവ എന്നോട്, നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകുമെന്ന് അവരോട് പറക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന മറുത്ത് അഹമ്മദിയോടെ പർവ്വതത്തിൽ കയറി. ആ പർവ്വതത്തിൽ കുടിയിരുന്ന അമോര്യർ നിങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നു, തേനീച്ച പോലെ നിങ്ങളെ പിന്തുടർന്നു, സേയിരിൽ ഹോർമ വരെ ചിഹ്നിച്ചു കളഞ്ഞു. നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ കരഞ്ഞു, എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. അങ്ങനെ നിങ്ങൾ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും ഒരു നന്മ സ്വർഗത്തിലെ ദൈവം തരാമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ സ്വന്തം ഹൃദയത്തിൽ ചിലത് ചിന്തിച്ചിട്ട് നിന്റെ വഴിയിലേക്ക് പോയാൽ ഇന്ന് ലഭിക്കേണ്ട നന്മ ദീർഘകാലം വരെ അത് താമസിച്ചു പോകാൻ ഇടയായിത്തീരുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുക. മറിച്ച് അവന്റെ വചനപ്രകാരം ഹൃദയം വെച്ചുകൊടുത്ത് അവൻ പറയുന്ന കൽപ്പന പ്രകാരം നീ യാത്ര ചെയ്തു മുങ്ങിപ്പോയാൽ പോലും കരം പിടിച്ചു നടത്തുവാൻ ആ സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് അത്ഭുതകരമാമണ്ണം നടത്തുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. കേട്ടോ, അവൻ പറയുന്നത് കേൾക്കാതെ പോയപ്പോ എന്താ സംഭവിച്ചത്? തോറ്റുപോയി, തോൽപ്പിച്ചു കളഞ്ഞു. ആര്? അമോരിയർ, ശത്രു സൈന്യം അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ഈ അന്ന് നടക്കേണ്ട നന്മ ദീർഘകാലത്തേക്ക് എന്ത് ചെയ്തു? ചിലരെയൊക്കെ നിർബന്ധിക്കണം ആരാധനക്ക് വരാൻ, അല്ലെങ്കിൽ അവൻ വരത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നവൻ ദീർഘകാലത്തോളം ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ കാത്തിരിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അവസരങ്ങൾ ഉണ്ടായിട്ടും വരുവാൻ കഴിയാതെ വണ്ണം ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് സ്വതം മാറിപ്പോകുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചോ. നിന്റെ ഒരു വിഷയം കൊച്ചു കാര്യമായിരിക്കാം, അത് ഇന്ന് നടക്കേണ്ടത് സ്വതം 1 വർഷമൊന്നുമല്ല, ചില വർഷങ്ങളോളം അത് നീണ്ടുപോകുവാനിടയായിത്തീരും. കാരണം നിനക്ക് ദൈവമായിട്ട് ബന്ധമില്ല, നിനക്ക് യേശുവുമായിട്ട് ബന്ധമില്ല. നിനക്ക് നിന്റെ കാര്യം സാധിക്കണം, അത് മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ. ഇതറിയുന്നവനല്ലേ ദൈവം. നമ്മൾ കരുതുന്നു നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യം ആർക്കറിയത്തില്ല. സ്വതം ഇതാണ് നമ്മുടെ ചിന്ത. ചിലതിനൊക്കെ ഉന്തി തള്ളി കൊണ്ടുവരണം. നമുക്ക് രാവിലെ കുളിപ്പിച്ച് ഉടിപ്പിച്ച് സ്വതം മീറ്റിങ്ങിന് വരുന്നില്ല, എന്നാലും പിന്നെയും കിടന്ന് മാറിക്കിടന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. സ്തോത്രം. തണുപ്പ് കാലമൊക്കെയാണ്, കുളിച്ചിട്ടൊക്കെ വരണേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിനും ചിലതിനൊക്കെ ഒരു കണക്കിനെ ഉടിപ്പിച്ചെടുത്ത് കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്നാൽ ചിലരുണ്ട്, നാളെ സ്തോത്രം വിശുദ്ധ പകൽക്കാലമാണ്, തലേ ദിവസം തന്നെ അവരെന്ത് ചെയ്യും? ഒരുങ്ങും. പ്രിയ മക്കളെ, തലേ ദിവസം തന്നെ ഒരുങ്ങും. അതിനുള്ള ഒരുക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാളെ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തും. എൻ്റെ ആഗ്രഹങ്ങൾ ദൈവം സാധ്യമാക്കും. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ ഒരു മറുപടി സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തരും. അപ്പോ അബ്ശാലോം രാജകുമാരനും അദോനിയാവ് രാജകുമാരനും സ്വയം സ്വതം രാജാവായി തീരുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. അവിടെ ഹൃദയത്തിനകത്തളത്തിൽ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തു. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല, നടന്നില്ല. പക്ഷെ ദൈവം രാജാവാക്കിയ മനുഷ്യൻ എങ്ങനെയായിരുന്നു? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, നമുക്ക് നിർത്താം. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. രാജാവ് അവരോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴുത പുറത്തു കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ച് സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ കാഹളമൂതി ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറവിൻ. ഇതാരാ ഓർഡർ ഇട്ടത്? രാജാവാ. ഇത് ഒറിജിനലാ. മറ്റേത് 2 ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, വ്യാജമായിരുന്നു. അവര് സ്വയം പറയിപ്പിച്ചു, ആളുകളെ കൂട്ടി.
ആമേ സ്തോത്രം ഭൂരിപക്ഷം ഉണ്ടാക്കി. ആമേ ചില ആളുകളെ അറിയിച്ചുമില്ല. ഒരു സമയം പ്രഖ്യാപനം വന്നപ്പോഴാണ് കൂടെയുള്ള ആളുകൾ തന്നെ അറിഞ്ഞത് ഇത് പദ്ധതി ഇന്നതായിരുന്നെന്ന്. ആമേ സ്തോത്രം. ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ രാജാവ് ഓർഡർ ഇടുകയാ, നിങ്ങൾ എന്ത് ചെയ്യണം? ആമേ ശലോമോൻ, എൻ്റെ മകനായിരിക്കുന്ന ശലോമോനെ കൂട്ടിക്കൊണ്ടുപോയി ആമേ സ്തോത്രം അഭിഷേകം ചെയ്യണം അവനെ, എന്നിട്ട് കാഹളം ഉദിക്കണം. ആമേ സ്തോത്രം ശലോമോൻ രാജാവായിരിക്കുന്നു. കേട്ടോ പ്രിയ മക്കളെ, നിനക്ക് മുമ്പാകെ അബ്ശാലോം എഴുന്നേറ്റെന്നാലും, നിനക്ക് മുമ്പാകെ അദോനിയാവ് എഴുന്നേറ്റെന്നാലും, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വ്യക്തിത്വത്തിനും കഴിയത്തില്ല. 2025 ജനുവരി മാസം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിന്റെ തലമേൽ തന്നെ വരും. അത് ഒരുത്തന്റെയും കരത്തിലേക്ക് മാറി പോകത്തില്ല. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം നമ്മൾ തന്നെ പ്രാപിക്കും പ്രിയ മക്കളെ. അതിനുവേണ്ടി ഇന്ന് പകലിൽ ദൈവം നമ്മളിവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. മറ്റാര് അതിന് തടസ്സം നിന്നാലും ദൈവം സമയം വരുമ്പോൾ അതിനെ വെട്ടി മാറ്റിക്കൊണ്ട്, ദൈവം സമയം വരുമ്പോൾ അതിനെ വെട്ടി മാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടി വൻ പ്രവർത്തികളെ സ്വർഗം ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം അറിഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേശ്വത ഇത് മാനുഷികമെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. ദൈവികമെങ്കിലോ ഒരു മനുഷ്യനും അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടുക്കാനോ തോൽപ്പിക്കാനോ പറ്റത്തില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. നീ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് നീ തളരത്തില്ല, നീ ക്ഷീണിക്കത്തില്ല. പ്രതിസന്ധികൾ എത്ര കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ എത്ര മീതെ കവിഞ്ഞെന്നാലും നീ അതിൻ്റെ മധ്യത്തിൽ നിലനിൽപ്പാനിടയായിത്തീരും. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാ. നമ്മുടെ ഉറപ്പാ കേട്ടോ, നമ്മുടെ ഉറപ്പാ. ദൈവം നമ്മളെ നടത്താനിടയായി തരും. വായിച്ച വാക്യത്തിലേക്കൊന്ന് മടങ്ങാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കേട്ടോ, ദൈവം നടത്തുന്ന മനുഷ്യന്റെ ഇടയിൽ കയറി വല്ലതും പ്രവർത്തിക്കാൻ ശ്രമിച്ച അത് ആമേൻ സ്തോത്രം എനിക്ക് നിങ്ങൾക്ക് ഭാരമാണ്. ദൈവമാണ് ഒരുത്തനെ നടത്തുന്നതെങ്കിൽ നീ കയറി അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. ദൈവമല്ലെങ്കിൽ നീ ഒന്നും മിണ്ടണ്ട. കുറച്ച് സമയം കഴിയുമ്പോൾ അതെന്തോ ചെയ്തോളും, അത് തകർന്നു പോയിക്കോളും. ദൈവികമാണെങ്കിൽ അവനെ കയറി നീ ചൊറിയാൻ പോകരുത്. അത് നിനക്ക് കഷ്ടത്തിലേക്ക് നിന്നെ നടത്തത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. അടുത്തത് ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. ഒരുത്തനും പറ്റത്തില്ല കേട്ടോ, ഒരുത്തനും പറ്റത്തില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ ആമേൻ തളിക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിന്റെ മേൽ ശത്രുവിന് ആധിപത്യം ദൈവം കൊടുക്കത്തില്ല. എത്രയെല്ലാം പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടത്തിവിട്ടെന്നാലും അതിന്റെ മധ്യത്തിലെല്ലാം താങ്ങി നിർത്തുവാൻ യേശു നിന്നോട് കൂടെയിരിക്കും. ആമേൻ. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, കേൾപ്പിച്ച തിരുവഴുത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാ. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ കേൾപ്പിച്ചു. ചിലതിൻ്റെ സമപര്യാപ്തിയിലേക്ക് ദൈവം നടത്തുകയാ. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം പിന്നെയും ഞങ്ങളെ കേൾപ്പിച്ചു. ആമേൻ. ദൈവികമെങ്കിലോ അതൊരു മനുഷ്യനും നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. മാനുഷികമെങ്കിലോ ഒരു മനുഷ്യനും അതിൻ്റെ മധ്യത്തിൽ കൈ കടത്തിയില്ലെങ്കിലും അത് തകർന്നു പോകാനിടയായിത്തീരും. ആമേൻ സ്തോത്രം. ഈ വചനം ഹൃദയത്തിൽ കുറിക്കൊള്ളട്ടെ. എന്ത് വിഷയങ്ങൾ നേരിട്ടെന്നാലും കർത്താവിനോട് ആലോചന ചോദിച്ച, ദൈവത്തോട് ആലോചന ചോദിച്ച, ദൈവവചനപ്രകാരം ജീവിപ്പാൻ തക്ക വിധം ആത്മാവ് കൊണ്ട് ഒരുക്കപ്പെടട്ടെ. പ്രിയ മക്കളെ, നീ തളരാൻ ക്ഷീണിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കരം പിടിച്ചു നടത്തുവാൻ കഴിവുള്ള ദൈവം നിന്നോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഇന്ന് ആമേശ്വര പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. നിന്നെ നിരീക്ഷണത്തിലാണ്. നിന്നെ നിരീക്ഷണത്തിലാണ്. സ്വർഗത്തിലെ ദൈവം നിന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാ. നീ എന്ത് ചിന്തിക്കുന്നു, നീ എന്ത് പറയുന്നു, നീ എന്ത് ഇടപെടുന്നു, നീ എവിടെ പോകുന്നു, നീ എന്ത് ആമേശ്വരം ആഗ്രഹിക്കുന്നു, ഇതെല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിലാ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആ ദൈവത്തെ കബളിപ്പിച്ചൊന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. കർത്താവേ, കേൾപ്പിച്ച വചനം ഞങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ്. ദൈവികമെങ്കിൽ അത് നിലനിൽക്കും, മാനുഷികമെങ്കിലോ അത് തകർന്നു പോകും. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.